ലാൽകുമാർ, അത്തരത്തിൽ പേരുകൾ വെളിപ്പെടുത്തി നീങ്ങേണ്ട ഒന്നാണ്. അതിൽ തട്ടി നിൽക്കുകയാണ്. സർക്കാരിൻ്റെ ആ പ്രവൃത്തി തങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന ഈ വാദത്തിന് എന്തെങ്കിലും യുക്തിയുണ്ടോ? അല്ല, നോക്കൂ, ഇന്നലെ ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം ലാൽകുമാർ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം ലാൽകുമാർ. ശരി, ഹലോ ശ്രീ ലാൽകുമാർ, കേൾക്കാം, നല്ലവണ്ണം കേൾക്കാം. അല്ല, എനിക്ക് അവിടുന്ന് പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നോക്കൂ, ഇന്നലെ ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം, അത് പേര് പുറത്ത് വിടില്ല എന്നുള്ള ഒരു അർത്ഥത്തിലല്ല അദ്ദേഹം സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പം അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, ഓൾ ഓഫ് എ സഡൻ നമ്മളൊരു 1500 പേരുടെ പേരാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത്, 1500 പേരുടെ പേരാണല്ലോ, അത് പെട്ടെന്ന് പുറത്തുവിടണ്ട എന്ന് പറയുന്നതിന് കാരണം അത് പ്രോപ്പർ സ്ക്രീനിങ് നടത്തിയിട്ട് വേണം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ ഈ പറയുന്ന ആൾക്കാരെ, ഈ പറയുന്ന ഒരു തെറ്റ് ചെയ്ത ആൾക്കാരെ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെയാ പറ്റുക? അത് ഇമ്പോസിബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ സർക്കാർ, മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നടപടിയെടുക്കും. അപ്പം നടപടിയെടുത്ത ആൾക്കാർ ആർക്കൊക്കെ എതിരെ നടപടിയെടുത്തു, എന്ത് നടപടിയെടുത്തു എന്ന് നാളെ ഒരു ലിറ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ സർക്കാർ ഇത് പബ്ലിക് ഡോക്യുമെന്റ് അല്ലേ, ഇത് കോടതിയിൽ ഹാജരാക്കണ്ടേ? അപ്പൊ അത് പറയുന്നതിന് വലിയ പ്രസക്തി ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, പുറത്തുവിടില്ല എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി അവർക്ക് കിട്ടിയ ഈ പറഞ്ഞ ആൾക്കാരുടെ പേര് വിടാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്നതിന് കാര്യം അതിനൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിലാണ് ധനവകുപ്പ് മന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. അതല്ലാതെ ഈ പറയുന്ന ഒരു 1500 പേര് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് മാത്രം എടുത്തു എന്നിരിക്കട്ടെ, ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് മാത്രമാണ് അവർക്കെതിരെ എടുക്കുന്നതിരിക്കട്ടെ, വേറെ ഒഫൻസുകളൊന്നും അല്ല, IPC ഒഫൻസുകളൊന്നും എടുക്കുന്നില്ല. അങ്ങനെ ആണെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് എന്ത് എന്ന് അറിയാൻ ഇവിടുത്തെ സിറ്റിസൺസിന് റൈറ്റ് ഇല്ലേ? അപ്പൊ അതിൽ നിന്നൊന്നും സർക്കാരിനൊഴിഞ്ഞ് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതാ പറഞ്ഞതിനെ നമ്മൾ വളച്ചൊടിച്ച് സംസാരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളച്ചൊടിച്ച് ഇവിടുത്തെ ലീഗിന്റെ പ്രതിനിധി സംസാരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ചർച്ച നടത്തുമ്പം ഇത് ആൾക്കാരുടെ പേരെ വെളി വരില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഞാൻ അഡീഷണൽ ആയിട്ട് ഞാൻ കൺസേൺഡ് ആവുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരു ഇതിനകത്ത് ഡിസേബിൾഡ് അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നു എന്ന് പറയുന്നു. അപ്പം പെട്ടെന്ന് അവർക്കൊക്കെ എതിരെ ഒരു ആക്ഷൻ പറഞ്ഞാൽ അവർ ഏത് തലത്തിലാണ് അതിനെ എടുക്കുക എന്ന് നമുക്കറിയില്ല. ഞാനതിനെ വളരെ പേഴ്സണൽ ആയിട്ടാണ് പറയുന്നത്. അവരൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അക്കൗണ്ടബിൾ ആകേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരല്പം ബുദ്ധിമുട്ടാർന്ന് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കാർപ്പറ്റ് ബോംബിങ് നടത്താൻ പാടില്ല. അവർക്കെതിരെയും കൃത്യമായ നടപടി ഉണ്ടാകണം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള, വിഡോ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടി, പറ്റിച്ചു മേടിച്ചു, ചിലപ്പോൾ അറിയാൻ ഇഗ്നോറൻസിന്റെ ഭാഗമായി മേടിച്ചിട്ടുള്ളവരുണ്ടാകും. ഇഗ്നോറൻസ് വരാൻ പാടില്ല. അത് ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് നമ്മൾ പറയുന്നത് അത് കാര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളതൊരു കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. 2 വശങ്ങളാണ് ഞാൻ പറയും. എന്റെ പോയിന്റ് ഞാൻ ഇച്ചിരി വ്യക്തമാക്കാം. ഒരു ക്ലാരിറ്റി ചിലപ്പം വന്ന് കാണണമെന്നില്ല ഞാൻ പറഞ്ഞതിനകത്ത്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇത്രേ ഉള്ളൂ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സർക്കാർ എടുക്കാൻ പോകുന്ന നടപടിയെക്കുറിച്ച് വ്യക്തമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉണ്ടാകുന്നു. കാര്യം നടപടി ഉണ്ടാകും. നടപടി മിക്കവാറും ഇവരുടെ ഇൻക്രിമെന്റ് ബാർ ചെയ്യുക എന്നുള്ളതായിരിക്കാം. അതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. അവരെ ചിലപ്പം ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് ഉണ്ടാവും. അതല്ലാതെ മറ്റ് ഒഫൻസിലേക്ക് പോകണോ വേണ്ട എന്നുള്ളത് പിന്നീട് ആലോചിക്കേണ്ട ഒരു വിഷയമായിരിക്കും. അതിരിക്കെ തന്നെ ഈ പറയുന്ന മേടിച്ചിട്ടുള്ള ഓരോ എംപ്ലോയിക്കും അവർക്ക് യഥാർത്ഥത്തിൽ ഇത് അർഹതയില്ലാത്തവരാണെന്നും അതവർ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണെന്നും അതറിയാനുള്ള മസ്റ്ററിങ്ങിന്റെ സമയത്ത് അത് നോട്ടിഫൈ ചെയ്യേണ്ടതാണെന്നും അല്ലെങ്കിൽ ഇവർ അതിൽ നിന്ന് പുറത്തു പോകേണ്ടതാണെന്നും ഉള്ള
നോളജ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായ നോളജ് ഉള്ളത് ആ വ്യക്തിക്കാണ്. ആ നോളജിൽ നിന്ന് അവർക്ക് പുറത്തു പോകാൻ, ആ റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് പുറത്തു പോകാൻ പാടില്ല. പക്ഷേ അഡീഷണൽ ആയിട്ട് വരുന്നൊരു പ്രശ്നം, ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നൊരു പ്രശ്നം ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്നലെ കിട്ടിയ ഒരു ലിസ്റ്റിൽ മാത്രം വെച്ച് ഫോക്കസ് ചെയ്ത് മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ആൾക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തു വിടുന്നതിനകത്ത് ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ചിലപ്പോൾ അറിയാൻ വയ്യാത്ത, ഈ പറയുന്ന തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളുടെ പേര് അവിടെ വന്നിട്ടുണ്ടാകും. അപ്പം ആ ആദ്യത്തെ പ്രിലിമിനറി സ്ക്രീനിങ് അവിടെ നിൽക്കട്ടെ, ഒരു പ്രോപ്പർ സ്ക്രീനിങ്ങിന് ശേഷമായിരിക്കണം അത് വരേണ്ടതെന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ പറഞ്ഞ ചില ആൾക്കാരുണ്ട്, ഈ പറഞ്ഞ പോലെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഗസറ്റ് ഓഫീസർ റാങ്കിൽ ഇരിക്കുന്ന എല്ലാ അറിഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിക്കുന്നവരുണ്ടാവും. ഇപ്പൊ നമ്മുടെ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഒന്നും അറിയാൻ വയ്യാതെ ചിലപ്പം ചെയ്തവരും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാം കേട്ടോ, ഞാൻ അതിനെ ഞാൻ ഡിസ്കാർഡ് ചെയ്യുന്നില്ല. പക്ഷേ അവരറിയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി നേരിടേണ്ടതായിട്ട് തന്നെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന്റെ ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ടിൽ അത് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് കാര്യം, ഈ പറയുന്ന ഒരു സ്വീപ്പിംഗ് ക്ലാസ്സിൽ പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാര്യം സർവീസ് മാനുവലും സർവീസ് റൂളും നോക്കിക്കൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ അവർ ജീവിക്കുക. ചിലപ്പോൾ അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടാവും. ഒരു ഉദാഹരണം, മറ്റുള്ള ആൾക്കാരിരിക്കട്ടെ, ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. സമഗ്രമായ ഇതിനകത്തൊരു അന്വേഷണം വേണ്ടതായിട്ടുണ്ട്. അർഹതയില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ മേടിക്കുന്നത് മാത്രമല്ല, ഇത് ജനങ്ങളുടെ പണമാണ്. ആ ജനങ്ങളുടെ പണം മറ്റാൾക്കാർ വാങ്ങിക്കുന്നുണ്ടാകാം. BMW ഉള്ള ആൾക്ക്, ഇപ്പം ഇന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് BMW ഉള്ളവർക്ക് ഇത് കിട്ടുന്നു. അവരെയും പുറത്താക്കേണ്ടതാണ്. അപ്പൊ ഞാനവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, ഇത് സർക്കാർ ഉദ്യോഗസ്ഥരിൽ മാത്രമായി ചുരുങ്ങി നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ട ഒരു വിഷയമല്ല എന്നും, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ജനങ്ങളുടെ വെൽഫെയർ അപ്ഹോൾഡ് ചെയ്യാനായിട്ടാണ്. ആ വെൽഫെയറിനെ ഡിഫീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ചില ആൾക്കാർ പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അവർക്ക് കിട്ടുന്ന ഈ അൺഡ്യൂ ബെനിഫിറ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞിട്ടാണ് ശിക്ഷാ നടപടികളിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന സർക്കാർ അതുകൊണ്ടാണ് ഇതിലേക്കൊക്കെ നയിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ, ഇതിലേക്കൊക്കെ ഇവരെ ഉൾപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഇത് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ കൂടി, അവർ കൂടി ഇതിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് അല്ലെങ്കിൽ കുറ്റക്കാരായി എത്തുന്നത്. ശ്രീ ലാൽകുമാർ, ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഞാൻ തിരിച്ചെത്താം.